ഇന്നത്തെ നമ്മള് വീഡിയോ ഉണ്ടല്ല ചെറിയൊരു സർപ്രൈസ് സംഭവമാണ്. വേറൊന്നല്ല, മമ്മി ഒന്ന് കാണിച്ചു കൊടുത്തട്ടെ. ഇവരാണ് ഇന്നത്തെ നായകൻ. ഇന്നലെ നമ്മള് മുച്ചിലോട്ട് ആടുന്ന് വാങ്ങിയതാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു പപ്പ ഇത് നമുക്ക് പറപ്പിക്കണം തന്നെ. അപ്പൊ പറപ്പിക്കാൻ പറഞ്ഞപ്പോ മമ്മീന്റെ ഒരു പ്ലാന്, അതായത് ഇത് കണ്ട, ഇത് നമ്മളെ ഷോപ്പിന്റെ വിസിറ്റിംഗ് കാർഡാണ്. ഇതിലെന്റെ പേര്, എന്റെ സൈൻ ഉണ്ട്, പിന്നെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് ചരടുമ്പോ കെട്ടിയിട്ട് പറപ്പിക്കാന്ന് മമ്മീന്റെ ഒരു ആഗ്രഹം. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇത് കിട്ടുന്നവര് ഈ നമ്പറിൽ വിളിച്ച് വിസിറ്റിംഗ് കാർഡും പിന്നെ ഈ ചങ്ങാനും കൂടി കൊണ്ടുവന്നാല് നിങ്ങൾക്ക് കാര്യപ്പെട്ട സമ്മാനം കിട്ടുക, സ്പെഷ്യൽ സമ്മാനം നിങ്ങൾക്ക് കിട്ടുവേ. അപ്പൊ ആരെ ഭാഗ്യം എന്നറിയില്ല. അപ്പൊ നമ്മളേതായാലും ഇത് ചരടിൽ കെട്ടാൻ വേണ്ടി പോന്നേ. അല്ല കാര്യമായിട്ട് കെട്ടാൻ നോക്കും, ഇതൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മൊത്തം പ്ലാനും പോയി. അമ്പലത്തിലാക്കല് പരിപാടി കഴിഞ്ഞല്ലേ മമ്മി? ഇനി രണ്ടാമതും പോയി വാങ്ങണ്ടെങ്കില് ആടെ സാധനം കിട്ടൂല. അപ്പൊന് പറ വാങ്ങിത്തരും കേട്ടാ പപ്പ. അപ്പൊ ചരട് മാക്സിമം കുറച്ചാക്കാം. കാരണം വെച്ചാല് ചരടിന്റെ വെയിറ്റ് ഇപ്പടാ, ചരടിന്റെ വെയിറ്റ് ഇതിന്റെ വെയിറ്റ് ആയിട്ട് ചിലപ്പോ ഇത് പൊന്തിയില്ലെങ്കിലോ, ഇത് പൊന്താണ്ടായി പോവാ. അപ്പൊ സംഗതി സെറ്റ്. അപ്പൊ വെയിറ്റ് നമുക്ക് മാക്സിമം കുറക്കാം. വറക്കുന്നുണ്ടോ സാമ്പിൾ നോക്കാം, വറക്കുന്നുണ്ടോ നോക്കാം, സാധനം പൊന്തുന്നുണ്ടേ. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം, ഇത് കിട്ടിയ ആള് ഇതാ ഈ നമ്പറിൽ വിളിക്കുക, നേരെ നമ്മളെ ജീസൺ സ്കൂളിലേക്ക് വരിക. അവിടുന്ന് സ്പെഷ്യൽ ഗിഫ്റ്റ് അല്ലേ, സ്പെഷ്യൽ സമ്മാനമായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുള്ളതാണ്. അപ്പൊ എല്ലാരും ഇതാ ഇന്ന് മുതല് മുകളിലേക്ക് നോക്കിയിരുന്നു. ഏടുന്നായത് എങ്ങനെ ഏത് ഭാഗത്താ പോകുന്നത് പറയാൻ കഴിയില്ല. അപ്പൊ ഏതായാലും എനക്കൊന്ന് ഇതിന്റെ ഗ്യാരണ്ടി എനക്കൊന്ന് ഇത് അല്ലേ ഒരു ദിവസം കൂടി നിൽക്കും. നാളെ കൂടി, ഇന്നലെ വാങ്ങിയാണ്, ഇന്ന് മുഴുവൻ നിൽക്കും, നാളെ കൂടി നിൽക്കും. അപ്പൊ അതിന്റെ ഉള്ളില് ഇത് താഴേക്ക് പോകും അല്ലെ. മിക്കവാറും എനിക്ക് തോന്നുന്നു നാളെ ഇത് താഴേക്ക് പോകും. അപ്പൊ ഇന്ന് തിങ്കളാഴ്ചയാണ്. എനിക്ക് തോന്നുന്നു ഇത് പൊന്തിയിട്ട് നാളെ ചൊവ്വാഴ്ചയാണ് താഴേക്ക് വരിക. എനിക്ക് തോന്നുന്നു നമ്മളെ ഈ ഭാഗത്തടി കുടുങ്ങാൻ ചാൻസ് ഇല്ലല്ലേ. ഇത് കണ്ണൂര് വിട്ട് കോഴിക്കോട് വടകര എത്തുമെന്ന് സംശയമുണ്ട്. കാരണം ഇതിൽ നല്ല എയർ ഉണ്ട്. പിന്നെ ബലൂൺ പോലെ പെട്ടെന്ന് പൊട്ടൂലല്ലേ ഇത്. ബലൂൺ ആണെങ്കിലും വേഗം പൊട്ടിയതുണ്ട്, വേഗം പൊട്ടാത്തൊരു സാധനമാണ്. അപ്പൊ ആരാണ് ഭാഗ്യവാൻ നമുക്കറിയില്ല അല്ലെ. അച്ചു ആർക്കാ അച്ചു കിട്ടാ? കാക്കയൊന്നും കൊത്തൂലപ്പാ, പറഞ്ഞോട് എനിക്ക് കാക്ക കൊത്തിയല്ല, പരുന്നാനെ കൊത്തി താലിട്ടെങ്കിലും ഇത് വീവാൻ ചാൻസ് ഉണ്ട് അല്ലേ അച്ചു? ശരി, എന്നാ പിന്നെ പറപ്പിക്ക അച്ചു. അച്ചു പറപ്പിക്കട്ടെ, മോളെ പറപ്പിക്കുക. അച്ഛനെ അടക്കെ അച്ഛനെന്താ പറയാണ്ട, കേബറിൽ എന്താ പറയണ്ട പറഞ്ഞാട്ടെ, എന്താ പറയാനല്ലേ? അച്ഛൻ പറഞ്ഞ മനസ്സിലായല്ല. ഇതെങ്ങനെയെങ്കിലും കാക്കേനെ കുത്തി താലിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ വിളിക്കണതാണ് അച്ഛൻ പറയുന്നത്. കാക്കൊന്നും കൊത്തൂരുടെ കുട്ടായത്, കാക്കി ഇത് കാണുമ്പോ പേടിച്ചു കൊടുവയ്യ. എന്നാ പിന്നെ വിടാല്ലേ നല്ല. ആ മോളെ പറപ്പിക്കുന്നത് അല്ലേ. റെഡി, 1 2 3 വിട്ടോ വിട്ടോ. അപ്പം നമ്മളെ പൂച്ച ഇതാ പറന്ന് പോന്നേ. വെറും പൂച്ചയല്ല, ഹൈഡ്രജൻ പൂച്ച. അതങ്ങനെ പറന്ന് പോകുമ്പോൾ നമ്മളെ നോക്കിയിട്ട് ചിരിക്കും പോലൊരു നോട്ടം നോക്കിയിട്ട് അത് പോയേട്ടാ. മക്കളിത് അതിൻ്റെ ബാഗിൽ തന്നെ നോക്കുന്നുണ്ടേ. അത് അങ്ങ് ദൂരെ എത്തും വരെ മക്കളവിടെ തന്നെ നോക്കി നിന്ന്. അത് കാണാൻ നല്ല രസമുണ്ട് ഇങ്ങനെ പാറിപ്പോകുന്നത്. ഇതാ പറന്ന് പോകുമ്പേ അതിൻ്റെ ഇടയിൽ കിടത്തൊരു പരുന്ത് കണ്ടാൽ എല്ലാവരും പോക്കുമെന്ന്. പരുന്തെന്തായാലും കൊത്തൂല, കാരണം ഇതിനെ കാണുമ്പോൾ പേടിച്ചിട്ട് കൊത്താൻ ചാൻസ് ഇല്ല. നമ്മളെ ഹൈഡ്രജൻ ബലൂൺ അപ്പൊ പൊന്തി അങ്ങ് പോയിട്ടുണ്ട്. ശരിക്കും നമ്മളെ കിഴക്ക് ഭാഗത്തേക്ക് പോയെ, കാരണം ഇതിപ്പോ വൈകുന്നേരം വിടുന്നോണ്ടെന്താ അറിയുക, ഈ പടിഞ്ഞാറൻ കാറ്റിന് കിഴക്ക് ഭാഗത്തേക്ക്. അപ്പൊ എനക്കൊന്ന് ഇങ്ങേ ഭാഗത്ത് തളിപ്പറമ്പ്, പറശ്ശിനിക്കടവ്, മട്ടന്നൂര്, ഇരിട്ടി, അങ്ങനെ ആ ഏരിയയിലായിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ക്യാമറ ഫിറ്റ് നന്നായിരുന്നു അല്ലേ അച്ഛൻ? അതെയാ, തളിപ്പറമ്പ്, പയ്യന്നൂര്, കാസർഗോഡ് വരെ എത്താൻ ചാൻസ് ഉണ്ട്. അപ്പോ അങ്ങ് കാസർഗോഡ് ഭാഗത്തുള്ളവരിലൊന്ന് ശ്രദ്ധിച്ചോ നാളെ രാവിലെ. അഥവാ നമ്മള് ബലൂണ് അല്ലേ നിങ്ങളെ ഭാഗത്തുണ്ടെങ്കിൽ മെല്ലെ ഫോളോ ചെയ്ത് പിടിക്കുക. അപ്പോ നല്ല കാര്യപ്പെട്ട സമ്മാനത നിങ്ങൾക്ക് തരും, ഒരു സംശയമില്ല അല്ലേ മമ്മി? അച്ഛൻ സങ്കടം ഉണ്ടാ ബലൂൺ പോയിന്? അച്ഛന് പപ്പ എന്തായാലും പുതിയത് വാങ്ങിത്തരും അല്ലേ അച്ചു? ആ ജാനുണ്ട് ചെറിയ വിശപ്പുണ്ടെന്ന് തോന്നില്ല മക്കൾക്കെല്ലാം ചെറിയ സങ്കടം. ഏതായാലും പറന്നു പോകുന്നതാണ് നല്ല രസമില്ല അച്ചു. നമ്മള് നോക്കുന്നിടത്ത് എന്തോ കാര്യപ്പെട്ട സംഭവം പോയി.
അതിനൊക്കെ ഞാൻ പറഞ്ഞത് നമുക്കൊരു കാര്യം ബാക്കിൽ ഫോളോ ചെയ്തിട്ട് നമുക്ക് തന്നെ എടുക്കുന്ന നമുക്ക് സമ്മാനം കൂട്ടില്ല കേട്ടപാടെ അച്ചു ഒരു ഓട്ടോ അച്ചു അച്ചു അതിന്റെ ബാക്കിൽ തന്നെ പറ്റി പിടിക്കാനുള്ള പരിപാടിയാ. അച്ഛന് സമ്മാനം കിട്ടാനുള്ള പരിപാടിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നാളെയോ മറ്റന്നാളോ ഇതിന്റെ റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ഇത് നമ്മള് അല്ലെ വീഡിയോ കാണുന്നവർക്ക് തന്നെ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കല്ലേ മമ്മി? കാരണം അവർക്കല്ലേ ഇതിന്റെ കാര്യമുള്ളൂ, ബാക്കിയുള്ളവർക്ക് അറിയില്ല. എന്തായാലും അതിന്റെ മുകളിൽ പേര് എഴുതിയിട്ടുണ്ട്, ഫോൺ നമ്പർ എഴുതിയിട്ടുണ്ട്, പിന്നെ നമ്മളെ കോൾ ചെയ്യാന്നുള്ളതും എഴുതിയിട്ടുണ്ട്. അപ്പൊ ആർക്ക് കിട്ടിയാലും നമ്മള് സമ്മാനം കൊടുക്കും അല്ലേ മമ്മി? അപ്പൊ ഏതായാലും നമ്മളെ വീഡിയോ ഏതായാലും ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ മമ്മി? എന്നാ പിന്നെ എല്ലാവർക്കും ബൈ.